എടി അന്നക്കുട്ടി, അന്നക്കുട്ടി അറിഞ്ഞോ? ചാവടി വലിയ ഗൂഢാലോചന. കാര്യത്തിന് വലിയ പുതുമയൊന്നുമില്ല. നിന്റെ കല്യാണക്കാരൻ തന്നെ. ഇപ്പോൾ അപ്പനും വന്നിട്ടുണ്ട്. നീ കേട്ടണ്ട, ഇത് നടന്നത് തന്നെ. ഈ ഞായറാഴ്ച ഉറപ്പേര് 25 പേരാ ഇങ്ങോട്ട് വരുന്നത്. പോത്ത്, താറാവ്, കരിമീൻ, കട്ട്ലേറ്റ്, പോത്ത് ലിസ്റ്റ് വരെ തയ്യാറായിട്ടുണ്ട്. അപ്പം പാചകക്കാരനെ വിളിക്കാൻ കുഞ്ഞാപ്പി വിട്ടു കഴിഞ്ഞു. എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ല. മുരയ്ക്ക് വീട്ടിൽ പൈലോച്ചൻ, അതായത് എന്റെ അപ്പം പോലും 5 കോല അകലെ എന്നെ വർത്താനം പറയും. പിന്നെയായി കടിവയ്പ്പില്ല. നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ? നീ തന്നെ ഒരു കാര്യം പിടി. എന്നെ വിട്ടുകളാ മോളെ. അന്നുകുട്ടി നിന്നു. ഞാൻ മോളോടൊരു കാര്യം പറയാൻ പോയി. മോൾ അനുസരിക്കും. മോൾ ഇന്ന് സ്കൂളിൽ പോകണം. നാളെ കഴിഞ്ഞ് വാഴപ്പള്ളി വെച്ച് നിന്റെ കല്യാണം ഉറപ്പിക്കലാ. കുറച്ചിലോ വീഴ്ചയിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധ കേട്ട് പോകരുത്. ഒരു കുഴപ്പമില്ല. കുറെ നാളായി ഞാൻ കാല് പിടിക്കുന്നു. കുറെ ഏറെ കൊഞ്ചിച്ചു. എന്റെ മോക്ക് നല്ലതായി വരും. ഒരു നിത്യകന്യകയായി യേശുവിന് വേണ്ടി ഒരു സമർപ്പിത ജീവിതം. കുഞ്ഞുനാളിലെ ഒരു ആഗ്രഹം ഇതാ തച്ചുടയാൻ പോകുന്നു. എല്ലാവരും വർണ്ണിക്കുന്ന തൻ്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം. നശ്വരമായ സൗന്ദര്യത്തെക്കാളും അനശ്വരമായ ദൈവിക സൗന്ദര്യമാണ് താൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന തുടങ്ങണം. പതിര് കത്തിയെരിയുന്ന ചാരക്കുഴിയിലെത്തിയിൽ കാല് ഉറച്ചു പൊളിച്ചാൽ ഈ ആലോചന തുടങ്ങും. കുറച്ചു വേദന സഹിച്ചാലും എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാൻ തനിക്ക് സാധിക്കും. ഇതിനേക്കാൾ എത്രയോ പേരുടെ വേദനയാണ് യേശുനാഥൻ കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി സഹിച്ചത്. അതിൻ്റെ ചെറിയൊരംശം ഞാനും സഹിക്കണം. കാലിലെ ഒരു വിരൽ പൊളിക്കുവാൻ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് സ്വയം അവൾ കാലുകൾ നീട്ടി.